ശരണ്യ ചേരുന്നുണ്ട്. ശരണ്യ, ഈ മരണപ്പെട്ടവരുടെ പേര് വിവരങ്ങളോ മറ്റും ഔദ്യോഗികമായി അറിയാൻ സാധിക്കുന്നുണ്ടോ? ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ ആളുകളെ എത്തിക്കുന്നതും വാഹനം നീക്കം ചെയ്യുന്നതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 9 മണിക്കാണ് ഈ അപകടം നടന്നത്. കളർകോട് ചങ്ങനാശ്ശേരി ജംഗ്ഷൻ സമീപം വെച്ചാണ് എറണാകുളം ഭാഗത്തേക്ക് വന്ന ടവേര വാഹനമാണ് അവിടെ നിന്ന്, അതായത് ഗുരുവായൂരിൽ നിന്ന് പുറപ്പെട്ട വാഹനവുമായി കൂട്ടിയിടിച്ചിട്ടുള്ളത്. ഗുരുവായൂരിൽ നിന്ന് പുറപ്പെട്ട വാഹനം വൈറ്റില വഴി കായംകുളത്തേക്ക് യാത്ര തിരിക്കുന്നതിനിടയിലാണ് ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ വന്ന ഈ കാറ് കളർകോട് ജംഗ്ഷനിൽ വെച്ച് ഇടിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ബസ്സിൽ ഉണ്ടായിരുന്ന ആളുകളും ഒപ്പം തന്നെ KSRTC ജീവനക്കാരും പറയുന്നത് അമിത വേഗതയിലാണ് കാറ് വന്നത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ അമിത വേഗതയിൽ വന്ന വാഹനം അത് ബ്രേക്ക് ചെയ്തു. പിന്നീട് സ്കിഡായി വന്ന ഈ വാഹനം, ഈ ടവേര വാഹനം വരുന്നത് കണ്ട് ബസ് ഡ്രൈവർ ഇടതുവശം ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ബസിന്റെ മുൻഭാഗത്തേക്ക് വാഹനം ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതാണ് KSRTC ജീവനക്കാരും പോലീസ് നൽകിയിട്ടുള്ള മൊഴി എന്നുള്ളതാണ്. കായംകുളം ഡിപ്പോയുടെ വാഹനം ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് സർവീസ് നടത്തുന്നതിനിടയിൽ ആണ് 9 മണിക്ക് ഈ കളർകോട് ജംഗ്ഷനിൽ കാണുന്ന ഇടത്ത് വെച്ച് ഈ കായംകുളം രജിസ്ട്രേഷനിലുള്ള ടവേര വാഹനവുമായി കൂട്ടിയിടിച്ചത്. ഈ വണ്ടി വന്നത് സ്കിഡായി വന്ന് ഈ KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ്. അമിത വേഗതയിലായിരുന്നു എന്നുള്ളതാണ് KSRTC ജീവനക്കാർ പോലീസിന് നൽകിയിട്ടുള്ള വിവരം എന്നുള്ളതാണ്. ആദ്യം അമിത വേഗതയിൽ കാർ വന്നു, ബ്രേക്ക് ചെയ്തു, പിന്നീട് സ്കിഡായി ഈ വണ്ടി ഇടതുവശം ചേർന്ന് വന്നിരുന്ന KSRTC ബസ്സിലേക്ക് ഇടിച്ചു. വാഹനം സ്കിഡായി വരുന്നത്, ടവേര വാഹനം സ്കിഡായി വരുന്നത് കണ്ട് വാഹനം നിർത്താനായി ബസ് ഡ്രൈവർ ശ്രമിച്ചു. ഇടതുവശം ചേർത്ത് നിർത്താൻ ശ്രമിച്ചപ്പോൾ ആ ബസിന്റെ മുൻവശത്തേക്ക് വന്ന് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ്. ഗുരുതരമായി പരിക്ക് 7 പേർക്കും അപ്പോൾ തന്നെ സംഭവിച്ചിരുന്നു. ഇതിൽ 2 പേരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ബാക്കി 5 പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ കളർകോട് ജംഗ്ഷന് സമീപം ആണ് അപകടമുണ്ടായത്. അപകടത്തിൽ 5 മരണം ആണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അവരുടെ പേരുവിവരങ്ങൾ സംബന്ധിച്ച വ്യക്തത വന്നിട്ടില്ല. എങ്കിലും മുഹമ്മദ്, ആനന്ദ്, മുഹസിൻ, ഇബ്രാഹിം, ദേവൻ എന്നിങ്ങനെയുള്ള പേരുകൾ ആണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 3 പേർ അപകടം ഉണ്ടായ ഉടനെ തന്നെ മരണപ്പെട്ടു എന്നുള്ളതാണ് വിവരം. മറ്റ് 2 പേർ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് മരണപ്പെട്ടത് എന്ന് അറിയാൻ സാധിക്കുന്നു. 2 പേരുടെ നില അതീവ ഗുരുതരം എന്നുമാണ് അറിയുന്നത്.